ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹെവോറോ ദിനങ്ങളിലൂടെ നാം കഴിഞ്ഞു പോകുമ്പോൾ ഹെവോറോ ബുധനാഴ്ച ആണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സഭ നമുക്ക് ഓരോ ദിവസവും ധ്യാനിക്കുന്നതിനായിട്ട് ഓരോ വേദഭാഗം തന്നിട്ടുണ്ട്. ഇന്ന് നാം ധ്യാനിക്കുന്നതിനായിട്ട് എടുക്കേണ്ടതായ വേദഭാഗം എന്ന് പറയുന്നത് ലൂക്കോസ് എവൻഗേലിയോസ്ത എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗമാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവനുള്ള ദൈവം ഉദ്ധിതനായി അതിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന കാലമാണിത്. എന്നാൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നതിന് മറ്റൊരു കാരണങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഒരു മാതൃകയായി കാണിച്ചു തന്ന ആ 40 ദിവസത്തെ നോമ്പ്, 40-ാം വെള്ളിയാഴ്ച വരെയുള്ളത് നമ്മൾ ആചരിക്കുകയും അതിനുശേഷമുള്ള 10 ദിവസം നമ്മൾ അവൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും, അതായത് അവൻ്റെ കഷ്ടാനുഭവത്തിലും പങ്കുചേരുകയും അതിനുശേഷം ഞായറാഴ്ച, ഉയർപ്പ് ഞായറാഴ്ച രാവിലെ അവൻ ഉദ്ധിതനായി എന്നുള്ളതിൽ അത്യധികമായി സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്കൊക്കെയും നമ്മൾ അവന് നന്ദി പറയുന്നുണ്ടോ? ആ നന്ദി പറയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പൗലോസ് ശ്ലീഹാ നമ്മോട് പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നന്മ മാത്രം ചെയ്യുക എന്നുള്ളതാണ്, സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. വചനത്തെ, പ്രബോധനത്തെ തുച്ഛീകരിക്കരുത് എന്നാണ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. എല്ലാറ്റിനെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കാനാണ് അവൻ പറയുന്നത്. എല്ലാത്തിനെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവബദലായിട്ട് ജീവിച്ചില്ല എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള വിവരം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എല്ലാത്തിനെയും ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി നല്ലതാണോ തീയതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദൈവ പൈതലാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തി ആ വിധത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും ശോധന ചെയ്ത് ഏതെങ്കിലും മഹാഭാവികളായി നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചുവെങ്കിൽ ആ തെറ്റിൽ നിന്നും നമുക്ക് പിന്തിരിയുവാനായിട്ട് സാധിക്കണമെങ്കിൽ എല്ലാത്തിനെയും ശോധന ചെയ്യുകയും നല്ലതിനെ മുറുകെ പിടിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ തെറ്റുകളിൽ നിന്നും ദൂരെയാകുവാനും അവൻ നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്കൊക്കെയും നന്ദി പറയുവാനും നമ്മൾക്ക് സാധിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ദശാംശത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. ആ ദശാംശം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ കൃപാവരങ്ങളുടെയും ദശാംശമാണ്. അതിലൊന്നാണ് സമയം. 1440 മിനിറ്റാണ് ഒരു ദിവസമുള്ളത്. അതായത് 144 മിനിറ്റാണ് അതിൻ്റെ ദശാംശമെന്ന് പറയുന്നത്. 2 മണിക്കൂർ 24 മിനിറ്റുമാണത്. നാം ഓരോരുത്തരും നമ്മുടെ നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിക്കേണ്ടതുണ്ട്, കർത്താവേ, ഞാൻ നിനക്ക് എൻ്റെ ദശാംശം തരുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ആ 2 മണിക്കൂർ 24 മിനിറ്റും ഒരു മനുഷ്യൻ തൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നുവെങ്കിൽ അവന് ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹെവോറോ ദിനങ്ങളിൽ നമ്മൾ അവൻ്റെ ആ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ കഴിയുന്ന കൂട്ടത്തിൽ നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടി അവനോട് നന്ദി പറയുകയും കൂടെ ചെയ്യുകയും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, നമ്മൾ മുമ്പോട്ട് ഈ ഒരു ജീവിക്കുന്ന അവസരത്തിൽ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഹൂവാമായി, ഞാൻ ആരാകുന്നു എന്ന് ഉള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാകണം. അതായത് ഇന്നലെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊരു തീരുമാനമെടുത്ത് ദൈവത്തിരുമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. ബാക്കിയുള്ള ജീവിതം ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ ജീവിക്കുകയും നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ ആ വഴികളിലൂടെ സഞ്ചരിക്കുകയും, ഫോർ എക്സാമ്പിൾ നമ്മുടെ
പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തന്നതായ ആ ജീവിതമാർഗം, നമ്മുടെ പാമ്പാടി തിരുമേനി നമുക്ക് കാണിച്ചു തന്നതായ ആ ജീവിതമാർഗം, അതൊക്കെയും മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പ്രിൻസിപ്പിളോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ, നമ്മൾ ഒരു ദിനചര്യ ഉണ്ടാക്കുന്നുവെങ്കിൽ, നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, നമുക്ക് എപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെയും അത്യാവശ്യ കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമുക്ക് അപ്രകാരം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ആ ടൈം ടേബിളിൻ പ്രകാരം നമ്മൾ അതിൽ അഡിഗറായിട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് ഈ ഹേബോറോ ദിനങ്ങൾ നമ്മൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇന്നേവരെ തന്നിട്ടുള്ളതായ എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവനിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത് സഭ നമ്മോട് പറയുന്നതായ കാര്യങ്ങളൊക്കെയും അനുസരിച്ച് ആ 10 കൽപ്പനകൾ മനസ്സിലാക്കി, സഭയുടെ 7 കൽപ്പനകൾ മനസ്സിലാക്കി, ആ മസുമൂറുകളൊക്കെയും നമ്മൾ വായിച്ച് കുർബാനയിൽ സംബന്ധിച്ച് കുർബാന അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ഒരു മാതൃകാ പുരുഷനായി, ഒരു മാതൃകാ സ്ത്രീയായി നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും വിളങ്ങുന്നുവെങ്കിൽ ദൈവം ഈ ഹേബോറോ ദിനങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രം നിങ്ങളെ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ സമഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.